നമ്മൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് പോവുകയാണ്. ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോവുകയാണ്. എന്ത് ചെയ്തു എന്നുള്ള കാര്യം ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പോവുകയാണ്. കേരളത്തിലെ 2016 LDF സർക്കാരാണ് അതിന് തുടക്കം കുറിച്ചത്. ജനങ്ങളുടെ അവകാശമാണത്, എത്ര കണ്ട് നടപ്പാക്കി എന്നുള്ളത് അറിയാം. അങ്ങനെ 2021 ഓരോ വർഷവും ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. 2021 പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് അനുസരിച്ച് 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പാക്കപ്പെട്ടിരുന്നു. നമ്മുടെ 2021 തെരഞ്ഞെടുപ്പിൽ LDF വിശദമായ പ്രകടന പത്രിക പുറത്തിറക്കുകയുണ്ടായി. ആ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് റിപ്പോർട്ട് ഈ കഴിഞ്ഞ 4 വർഷവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5ാമത്തെ വർഷമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. സർക്കാർ എന്ന നിലയിൽ ഇത്തരമൊരു കണക്ക് നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ 5ാം വർഷമാണെങ്കിലും LDF സർക്കാരിൻ്റെ 10ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടയിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ ഇത് പുറത്തുവിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ ജനങ്ങൾക്ക് മുന്നിൽ കണക്കുകൾ പറയുക, ആ വാഗ്ദാനം ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് LDF എന്ന നിലയിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാരണം സർക്കാർ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിനിപ്പം പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് 10ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് LDF എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ 5 വർഷത്തെ പ്രവർത്തന പുരോഗതിയാണ് ഇതിൽ സംക്ഷിപ്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2021 900 വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇപ്പോൾ കാണുമ്പോൾ അതിൽ 97% നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒന്നുകിൽ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർത്തിയാകുന്നതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ഭൂമിയും വീടും. ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ലൈഫ് പദ്ധതി 2016 സർക്കാർ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായി 5 ലക്ഷം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു. 5 ലക്ഷം വീട് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ശരാശരി 4 ആളെ എടുത്താൽ 20 ലക്ഷം ആളുകൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ലൈഫ് മിഷന് പുറമെ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസം ഉറപ്പിക്കാൻ പുനർഗേഹം പദ്ധതി നടപ്പാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി 2782 വീടുകൾ
738 ഫ്ലാറ്റുകൾ കൈമാറിയിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ അവകാശം, ഭൂമി കയ്യിലുണ്ട്, പക്ഷെ അവകാശമില്ല, പട്ടയം ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഈ 10 വർഷത്തിനകം 4,56,689 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകാനായത്. യഥാർത്ഥത്തിൽ അത് 5 ലക്ഷം കവിയായിരുന്നു. ഏറ്റവും ഇപ്പോൾ ഒടുവിൽ SIR നടപ്പാക്കിയല്ലോ. SIR നടപ്പാക്കിയപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാകെ ആ ഡ്യൂട്ടിയിലായി. അതുകൊണ്ടാണ് 5 ലക്ഷം കവിയാതിരുന്നത്, അല്ലെങ്കിൽ 5 ലക്ഷം കവിയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് മലയോരത്ത്, പ്രത്യേകിച്ച് ഇടുക്കിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, ഭൂപ്രശ്നമാണ്, ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനായി നിയമ ഭേദഗതി കൊണ്ടുവന്നു. ചട്ടങ്ങളും അതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചു. കേരളത്തിൻ്റെ മാനം വലിയ തോതിൽ ഉയർത്തിയ ഒരു കാര്യമാണ് കേരളം അതിദാരിദ്ര്യമുക്തമായത്. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോകത്ത് തന്നെ അപൂർവം രാഷ്ട്രങ്ങളെ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനവും അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, നിങ്ങൾ ലോൺ എടുത്താൽ അതിൻ്റെ ഭാഗമായി ജപ്തി വരിക, ഉള്ള കടപ്പാടം നഷ്ടപ്പെട്ടു പോവുക, ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിന് പരിഹാരം കാണുക എന്നത് പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. LDF നേരത്തെ തന്നെ ആ കാര്യത്തിൽ നടപടികൾ വേണമെന്ന് അഭിപ്രായപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായാണ് ഒരു നിയമം, ഏക കിടപ്പാട സംരക്ഷണ നിയമം ഇപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് ഇത്തരം വീടുകൾ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ തടയുന്നതിന് ഉപകരിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാരുടെ അധ്വാനത്തിന് അംഗീകാരം നൽകണമെന്ന് നേരത്തെ തന്നെ കണ്ടതാണ്. അതിൻ്റെ ഭാഗമായി പ്രതിമാസം 1000 രൂപ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചു. അതിൽ 16 ലക്ഷത്തിലധികം സ്ത്രീകൾക്കാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത്. അതിനിയും വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്.